കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാണാനിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ എല്ലാവരും വരൂ. കിഴക്കേ നടയിൽ വന്ന് ആ ഗുരുവായൂരപ്പൻ്റെ ആ വലിയ ഗണപതി വിഗ്രഹത്തിൽ ഗണപതി ഭഗവാനെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഗണപതി ഭഗവാനെ കണ്ട സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ചെയ്യുക. തേങ്ങ അടിക്കേണ്ടവർക്ക് തേങ്ങയൊക്കെ അടിക്കാം, പ്രാർത്ഥനിക്കാം. കാരണം ഒരു തിരക്കുമില്ല, വളരെ ശാന്തമായിട്ട് മനസ്സമാധാനത്തോട് കൂടിയിട്ട് തൊഴുത് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. അപ്പോൾ നമ്മളങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അവിടേക്ക് പോവുകയാണ്, ഗുരുവായൂർ അമ്പലത്തിലേക്ക്. ഇവിടേക്ക് എത്തുമ്പോൾ നേരെ പോകുന്നു. ഗോപുരവാതിൽ കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കിടക്കുന്ന സ്ഥലത്തെത്തി. ആ വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ട് ഒന്ന് മേലേക്ക് നോക്കിയാൽ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തു നിന്നുള്ള ആ പ്രകാശം, അങ്ങനെ നെയ്വിളക്കിൻ്റെ സ്വർണ്ണവിളക്കിൻ്റെ അതിൽ നിന്നുള്ള പ്രകാശം അങ്ങനെ നമ്മളെ കണ്ണിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആ നാരായണീ എഴുതിയ, ഇടതുവശത്തേക്ക് നോക്കിയ നാരായണീ എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. അതുപോലെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത വലതുവശത്തെ തൂണും നോക്കിയിട്ട് തൊഴാം. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് തന്നെ നോക്കുമ്പോൾ കാലിൻ്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് കേട്ടോ. ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ പൊന്നുണ്ണിയുടെ കാല് കാണുന്നു. കാൽ തളകളൊക്കെ ഇട്ടിട്ട് അങ്ങനെ പട്ട് ഞൊറിഞ്ഞെടുത്ത് ഇങ്ങനെ വളരെ കുറച്ച് വലിയ ആളായിട്ടാണ് നിൽക്കുന്നത്. പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത്, ചുവന്ന പട്ടൊക്കെ അങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് അങ്ങനെ നോക്കുമ്പോൾ അരമണി കാണാണ്ട് കിങ്ങിണി, അങ്ങനെ വയറൊക്കെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ കൈയൊക്കെ നോക്കുന്നു. 4 ചതുർബാഹുവായ ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടിയ നാരായണനായിട്ടാണ്, മഹാപ്രഭുവായിട്ടാണ് ഗുരുവായൂരപ്പൻ ഇന്ന് നമ്മളെ കാത്തിരിക്കുന്നത്. ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് എത്ര ആളാണ് വരുന്നത്. ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒക്കെ നേരം വൈകിയത്. ഉദയാസ്തമന പൂജ തുടങ്ങി. അപ്പോൾ ഇനി അങ്ങനെ ദേവരെ കുറച്ച് കാലം നിർത്തി വച്ചിരുന്നല്ലോ. അപ്പോൾ ഉദയാസ്തമന പൂജ തുടങ്ങി. അപ്പോൾ ഇനി വരുന്ന ഭക്തരൊക്കെ അതൊന്ന് ശ്രദ്ധിച്ച് വന്നോളൂ. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉണ്ടാവും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഉച്ചവരെയും അതിൻ്റെ തിരക്കുകളുണ്ടാവും. അപ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മൾ മുൻപ് ചെയ്തിരുന്ന വീഡിയോ എന്നാലും പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഉദയാസ്തമന പൂജ ഉള്ളതുകൊണ്ടാണെന്ന് നേരം വൈകിയത്, ഉച്ചപൂജ. അപ്പോൾ നമ്മൾ ഉച്ചപൂജ കണ്ടു, തൊഴുതു. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ അതേ ചതുർബാഹുവായി ആ മഹാപ്രഭുവായി നാരായണനായിട്ടാണ്, ജഗന്നിയന്താവായിട്ടാണ് ഇന്ന് ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുക. വലിയ മാലകൾ കാണാനുണ്ട്. 2 മാല ഉണ്ട്, ഉണ്ടമാല, തെച്ചിപ്പൂവും തുളസിപ്പൂവുമായിട്ടുള്ള മാലയും താമരപ്പൂവും തെച്ചിപ്പൂവായിട്ടുള്ളൊരു മാലയും, അങ്ങനെ 2 മാലകൾ. അതേപോലെ പീലിത്തിരുമുടിയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. ഗോപീതിലകം വെച്ചിട്ടുണ്ട്. മുഖത്ത് നെറ്റിയിൽ ഗോപീതിലകം അണിഞ്ഞിട്ടുണ്ട്. മാറത്ത് മാലകളുണ്ട്. മാങ്ങാമാല ഉണ്ട്, അതേപോലെ ഒരു വളയം പോലത്തെ മാല ഉണ്ട്. പിന്നെ നല്ല അലങ്കാരത്തോടു കൂടിയാണ്, അതായത് ആ നെറ്റിയിലും ആ തിലകങ്ങളുടെ പ്രകാശം അങ്ങനെ നെയ്വിളക്കിൻ്റെ ആ പ്രഭ അവിടെ അടിക്കുമ്പോൾ, അതായത് നെയ്വിളക്കിൻ്റെ സ്വർണ്ണവിളക്കിൻ്റെ പ്രഭ ആ സ്വർണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുമ്പോൾ ആ പ്രതിധ്വനി നമുക്ക് വളരെ ഇതായിട്ട് കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു തൊഴുതു. എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതോളൂ. ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ്, ആ മുന്നിലാണ് എന്ന് കണ്ട് തൊഴുക. അങ്ങനെ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാനുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തെ കണ്ട് തൊഴുക. അങ്ങനെ നമ്മൾ തൊഴുത് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുകയാണ്. രാവിലത്തെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ, അതേപോലെ
ഭഗവാന് നേദ്യം ഒക്കെ തയ്യാറാക്കിയ സ്ഥലം ഒന്ന് കണ്ട് തൊഴുക. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് നേരെ സപ്ത മാതാക്കളുടെ അവിടെയൊക്കെ നോക്കി തൊഴുക. ഇനി നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. വിഘ്നേശ്വരനെ കാണാം. വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. വിഘ്നേശ്വരൻ്റെ അവിടെയും വന്ന് നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഒന്ന് അങ്ങോട്ട് കയറിയിട്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ വിഘ്നേശ്വരനെ കണ്ടു തൊഴുതു. ഏത്തൊക്കെട്ട് അതേപോലെ സരസ്വതി ദേവീനെ കാണുക. സരസ്വതി ദേവീനെ കണ്ടു തൊഴുക. ആ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ പോരുമ്പോൾ ആ ചെറിയ ഗണപതി വിഗ്രഹം കാണാം. അവിടെ നിന്ന് തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ സപ്തമാതാക്കളെ, അതായത് ദശാവതാരങ്ങളെയൊക്കെ കാണാം. ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കണ്ട് മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ളത് കണ്ട് അതിനുശേഷം മേൽശാന്തിൽ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി തൊടാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് അതിനുശേഷം നേരെ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെയും കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പിറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിച്ച് മുന്നിൽ പറയാൻ പറ്റാത്തതൊക്കെ പിന്നിൽ പറയുക. അതിനുശേഷം വീണ്ടും ദശാവതാര വിഗ്രഹങ്ങൾ ബാക്കി ഓരോന്നോരോന്നായി കാണാം. പിന്നെ കണ്ണനെ വീണ്ടും കാണാം. ആ കണ്ണൻ്റെ അവിടെ ഇന്ന് തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തുളസിമാല 2 ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ട് തൊഴുത് മുരുകന് ഭസ്മാലങ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുക. ഹനുമാൻ സ്വാമിയുടെ അവിടെയും വെറ്റില മാലയൊക്കെ ഉണ്ട്. കുങ്കുമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് തൊട്ട് നേരെ ആ ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നേരെ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. അവിടെ നിന്ന് മനമുരുകി പ്രാർത്ഥിക്കാം. അതിനുശേഷം മണിക്കിണർ കാണാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലോ നമ്മുടെ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ആ ചെറിയ കുട്ടി എങ്ങനെ കളിക്കണ കാണും. കിടാവിളക്ക് കാണാണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് എന്നങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ കണ്ടാൽ മതി. ആ ഉണ്ണി ഇങ്ങനെ ഓടി കളിക്കുന്നത് നോക്കി നോക്കൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് കളിക്കണ എന്താ പറയുക, നൃത്തം ചെയ്യുന്ന കണ്ണനെ അങ്ങോട്ട് സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ ആ സങ്കല്പം മനസ്സിലേക്ക് വരും. അങ്ങനെ നമ്മൾ പടിഞ്ഞാറ് വടക്കേ നടയിലേക്ക് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാം. അമ്മയെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങാം. അങ്ങനെ നന്നായിട്ടിങ്ങനെ വരുമ്പോൾ ആ വെളുത്ത പട്ടൊക്കെ ചുറ്റിയിട്ടാണ്, അതിൻ്റെ മേലെ ചുവന്ന പട്ടൊക്കെ ചുറ്റിയിട്ടാണ് ഭഗവതി ഇന്ന് ഭക്തരെ കാത്തിക്കണത്. നല്ലൊരു വലിയ പൊട്ടൊക്കെ തൊട്ട് സ്വർണ്ണത്തിളകൊക്കെ തൊട്ടിങ്ങനെ ഭഗവതി കാത്തിരിക്കുകയാണ് ഭക്തരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുതു. ഇനി നേരെ കുറച്ചും കൂടി അങ്ങോട്ട് കയറി നിന്ന മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. മമ്മിയൂരപ്പനെ കാണുക, തൊഴുക, പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള ആ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുക. എന്നിട്ട് മമ്മിയൂരപ്പനെ അവിടേക്ക് നോക്കി പ്രാർത്ഥിച്ച് നമുക്ക് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരാം. അപ്പോൾ ആ സൈഡിൽ അതന്ന് ഇതിൻ്റെ തിരക്ക് കാരണം തന്നെയാണ് നിറയെ ആളുകളുണ്ട്. നെയ്വിളക്കിൻ്റെ ആളുകളും അതേപോലെ ആ ആൾരൂപത്തിൻ്റെ വഴിപാടിൻ്റെ അവിടെ നിറയെ ആളുകൾ, മഞ്ചാടി വാരാനും ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഗ്രില്ലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിലൂടെ ഒന്നും കൂടി നമുക്ക് അപ്പുറത്തേക്ക് പോയി ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമ്മളെ മഹാപ്രഭുവിനെ ഒന്നുകൂടി കാണാം. അത് കഴിഞ്ഞാൽ നേരെ ഇന്നിപ്പോൾ നമസ്കരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നേരെ അപ്പുറത്ത് കൂടെ പോവാം. അങ്ങനെ പോയിട്ട് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് നോക്കി തൊഴാം. അതിനുശേഷം നേരെ അയ്യപ്പൻ്റെ അവിടെ പോവാം. അയ്യപ്പൻ്റെ അവിടെ ഇപ്പോൾ ശബരിമലയിലെ മകരവിളക്കൊക്കെ കഴിഞ്ഞു. സ്വാമിമാരൊക്കെ കുറേ കുറഞ്ഞു. ഇപ്പോൾ കുറച്ച് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. മാല ഊരുണ്ട ആളുകളാണ് എന്നുള്ളത്, കുറച്ച് ആൾക്കാരങ്ങനെ. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ
സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ അങ്ങനെ അയ്യപ്പസ്വാമീനെ തൊഴുതു അവിടുന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് വരുന്നു. പടിഞ്ഞാറ നടയിലെത്തിയിട്ട് ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപത്തെയും അതുപോലെ ആ ഗോപുരത്തിൻ്റെ ആ കൊടിമരത്തിൻ്റെ അതിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപത്തെയും നോക്കി പ്രാർത്ഥിക്കുക. എല്ലാവരും ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ആ ഉച്ചപൂജ കളഭാലങ്കാരം എൻ്റെ കൂടെ വന്ന് തൊഴുതു എന്നെ ശ്രവിക്കുന്ന എല്ലാവരും അങ്ങനെ മനസ്സിലേക്ക് വിചാരിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അപ്പം എല്ലാവരും ഈ ഉദയാസ്തമന പൂജ അന്ന് തിങ്കൾ ബുധൻ വെള്ളി കേട്ടോ. അന്ന് വരാൻ രാവിലത്തെ ഒഴിവാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ആക്കുക, അല്ലെങ്കിൽ ആ ദിവസം മാറ്റി വരാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.